ഒന്നാമത്തെ ചോദ്യം, ക്ഷേത്രസമിതിയിലേക്ക് രാഷ്ട്രീയക്കാരുടെയും നിരീശ്വരവാദികളുടെയും കടന്നുകയറ്റം അന്തരീക്ഷം മലീമസമാക്കുന്ന കാലമാണല്ലോ. ആണ്. എന്താണതിന് പ്രതിവിധി? അതിന് പ്രതിവിധി ഇത് മാറ്റുക. അതെങ്ങനെ സാധിക്കുമെന്നുള്ളത് ഇപ്പം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ. ഈ ക്ഷേത്രസമിതിയിൽ ഈശ്വരവിശ്വാസമുള്ളവർ വന്നാൽ എല്ലാം നേരെയാവുന്നൊന്നും ഉള്ള ധാരണ എനിക്കില്ല. പല സ്ഥലത്തും ഈശ്വരവിശ്വാസികളാണ് കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്നത്. ചില സ്ഥലത്തെങ്കിലും നിരീശ്വരവാദികൾ ധാർമ്മിക ബോധമുള്ളവരെ സത്യസന്ധമായിട്ട് കൈകാര്യം ചെയ്യുന്നതും എനിക്കറിയാം. അപ്പോൾ ഇതിന് വലിയ പ്രസക്തിയില്ല. നമുക്ക് പറയാനുള്ളത് ക്ഷേത്രത്തിൻ്റെ ഭരണം ധാർമ്മിക ബോധമുള്ള സത്യസന്ധരായ വ്യക്തികളായിരിക്കണം എന്ന് മാത്രമാണ്. പിന്നൊന്ന്, അധികം സ്വത്തുള്ള അമ്പലങ്ങൾ കൈയടക്കുകയും വളരെ ദരിദ്രമുള്ള അമ്പലങ്ങൾ ഉണ്ടായിട്ട് അതിന് പുരോഗതി ഉണ്ടാക്കുന്നതിനൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇത് തെറ്റായ വ്യവസ്ഥ. ഇവിടുന്നാണല്ലേ. ഇതര മതസ്ഥരായ ആരാധനാലയങ്ങളുടെ സ്വത്ത് ആ മതക്കാർക്ക് മാത്രം. എന്നാൽ ഹിന്ദുക്കളുടെ പൊതുഖജനാവിലെത്തി മാറി വരുന്ന ഭരണാധികാരി അവിടെ നിൽക്കട്ടെ. എന്തായാലും മറ്റ് മതക്കാരുടെ ക്ഷേത്രങ്ങളെ പോലെയല്ല ഹിന്ദു ക്ഷേത്രങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് രാജാവാണ്. ആ രാജഭരണം അവസാനിച്ചപ്പോൾ ആ രാജാവിൻ്റെ കയ്യിൽ നിന്നും ഒരു സർക്കാരിലേക്ക് കൈമാറി വന്നതാണ്. അത് കേരളത്തിലെന്നല്ല, ഉത്തർപ്രദേശിലും എല്ലാ ആന്ധ്രയിലും എല്ലാ സംസ്ഥാനത്തിലും ആ വ്യവസ്ഥിതിയാണ് നിലനിൽക്കുന്നത്. ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും സമ്പ്രദായം അങ്ങനെ അല്ലാത്തത് കൊണ്ട് നമുക്കിത് ഇടപെടാൻ പറ്റില്ല. മാത്രമല്ല ഒരു സംഘടിതരുമാണ്. ഇനി സ്വത്തുക്കൾ ഉള്ള അമ്പലങ്ങൾ കൈയടക്കുകയും അത് നമുക്കറിയാം. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പാർത്ഥസാരഥിയുടെ ക്ഷേത്രത്തിൻ്റെ കഥ കൊണ്ടറിയാം. അത് സ്വാഭാവികം. പല ക്ഷേത്രങ്ങളും സ്വത്തുള്ള ക്ഷേത്രങ്ങളുടെ പേരിൽ ഒരാരോപണം ഒരാളെ കൊണ്ടുവരിക്കും, അതിൻ്റെ പേരിൽ കൈയടക്കും. അത് നടന്നു വരുന്നതാണ്. അതിന് എന്താ പ്രതിവിധി? നമ്മൾ അതില്ലാതാക്കാൻ വേണ്ടി ഒന്നിച്ച് നിൽക്കുക മാത്രമേ പ്രതിവിധിയുള്ളൂ. പിന്നെ സമ്പത്തുള്ള, അങ്ങനെ ഒരു ധ്വനി ഉണ്ടോയെന്നറിയില്ല, സമ്പത്തുള്ള ക്ഷേത്രങ്ങൾ സമ്പത്തില്ലാത്ത ക്ഷേത്രങ്ങളെ സഹായിക്കുന്നില്ലല്ലോ എന്ന്. കേരളത്തിൽ സമ്പത്തുള്ള ക്ഷേത്രം ഒന്ന് മാത്രമേ ഉള്ളൂ, ഗുരുവായൂർ. ബാക്കി ക്ഷേത്രങ്ങളൊക്കെ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ 5ഓ 6ഓ ക്ഷേത്രങ്ങളും കൊച്ചി ദേവസ്വം ബോർഡിൽ 3ഓ 4ഓ ക്ഷേത്രങ്ങളും മാത്രമേ ചെലവിൽ കൂടുതൽ വരവുള്ളൂ. അപ്പം ആ വരവ് കൊണ്ടാണ് പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ബാക്കി ക്ഷേത്രങ്ങളൊക്കെ നടക്കുന്നത് ശബരിമലയോ ചോറ്റാനിക്കരയിലോ ഒക്കെ വരുമാനം കൊണ്ടാണ്. ഇനി പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, വരുന്ന തലമുറയ്ക്ക് പുതിയ ജനതയെ എങ്ങനെ ക്ഷേത്രങ്ങളിലേക്ക് ആകർഷിക്കാം? അതിന് ഞാൻ ആ മറുപടി പറഞ്ഞു. കുട്ടികൾക്കുള്ള സനാതന പഠന കേന്ദ്രങ്ങൾ ഉണ്ടാകണം. ആ പഠന കേന്ദ്രങ്ങളിൽ കുട്ടികൾക്ക് അനുസൃതമായ രീതിയിൽ നമ്മൾ അവരെ പഠിപ്പിക്കണം. അന്ധവിശ്വാസമല്ല എന്നവർക്ക് ബോധ്യം വരുന്ന രീതിയിൽ അവരെ പഠിപ്പിക്കണം. ഉദാഹരണം, ഞാൻ രാവണൻ്റെ കഥ പറഞ്ഞാൽ, ഇപ്പം നമ്മൾ രാവണന് 10 തലയും 20 കൈകളും ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഇന്നത്തെ കാലത്ത് തീർച്ചയായിട്ടും ചോദിക്കും, അങ്ങനെയുള്ളൊരു മനുഷ്യനുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഇത് ഇതിഹാസമാണ്, ഇത് നടന്ന കഥയാണ്. പക്ഷെ കാവ്യമാക്കുമ്പോൾ ഇതിൽ കാവ്യത്തിൻ്റെ ഭാവനകൾ വരും. 10 തല എന്ന് വെച്ചാൽ 2 തരത്തിൽ പറയാം. ഒന്ന് 10 ഇന്ദ്രിയങ്ങൾ പുറത്തേക്ക് ഇന്ദ്രിയങ്ങളെ അകത്തേക്ക് ഉൾക്കൊള്ളാതെ പുറത്തേക്ക്, അത് ഇന്ദ്രിയങ്ങളുടെ പുറകെ പോകുന്നതിൻ്റെ പ്രതീകമാണ്. അല്ലെങ്കിൽ 10 തല എന്ന് വെച്ചാൽ എന്താ? അവന് 10 തലയാണെന്ന് നമ്മൾ പറഞ്ഞാൽ എന്താ? 10 തലയുടെ ബുദ്ധിയുണ്ട്, രാവണൻ ബുദ്ധിമാനാണ്, അതിൻ്റെയൊക്കെ പ്രതീകമാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവർ വിശ്വസിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മനുഷ്യനൊന്നും ഉണ്ടായില്ല എന്നേ അവർ കരുതുള്ളൂ. പിന്നൊന്ന്, എൻ്റെ 55 വർഷത്തെ അനുഭവം വെച്ച് എനിക്ക് കുട്ടികളില്ലാത്ത കുറയുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. അതിന് കാരണം
അവരുമായിട്ടുള്ള ബന്ധമാണ്. നമ്മൾ ബന്ധമുണ്ടെങ്കിൽ വരും. എൻ്റെ ഒരു കുട്ടിയുടെ അമ്മായിയമ്മ ഇവിടെ ഇരിപ്പുണ്ട്. അവർ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ് അല്ലേ, തൃശ്ശൂരിൽ നിന്നുള്ള. അപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടികളുടെ വീടുകളിൽ പോവുകയും കുട്ടികളായിട്ട് ബന്ധപ്പെടുകയും അവരുടെ പഠന വിഷയങ്ങൾ, അവരുടെ പാഠ്യേതര വിഷയങ്ങൾ, അവരുടെ സർവതോമുഖമായ പുരോഗതിയിലൊക്കെ നമ്മൾ താല്പര്യം കാണിച്ചാൽ കുട്ടികളുണ്ടാകും. ഞാനൊരു കുട്ടി ഒരാഴ്ച വന്നില്ലെങ്കിൽ ഞാൻ അപ്പോൾ ആ കുട്ടിയെ ഫോൺ ചെയ്യുകയോ കുട്ടിയുടെ വീട്ടിൽ പോവുകയോ ചെയ്യും. 2 ആഴ്ച വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും കുട്ടിയുടെ വീട്ടിൽ പോകും, തീർച്ചയായിട്ടും ആ കുട്ടി വരും. കുട്ടികളെ നമുക്ക് കീഴടക്കാനുള്ള ഏറ്റവും വലിയ വിദ്യ നമ്മുടെ പാണ്ഡിത്യമല്ല, നമ്മുടെ സ്നേഹമാണ്. സ്നേഹം കൊണ്ട് നമുക്ക് കുട്ടികളെ നമ്മുടെ പരിധിയിൽ കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ക്ലാസ്സുകൾ വിജയിക്കും. ഞാൻ ഒരുപാട് അറിവുള്ള PhD ഉള്ള ആളാണെന്നും പറഞ്ഞ് ഞാൻ പഠിപ്പിക്കാതിരുന്നാൽ കുട്ടികൾ വരില്ല. അവരെ സ്നേഹിച്ച് അവരോടൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരോടൊപ്പം പോയാൽ കുട്ടികളുണ്ടാകും. അങ്ങനെ തയ്യാറായിട്ടുള്ള ഒരു തലമുറ, പുതിയ തലമുറ ചെറുപ്പക്കാർ ഇതിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ബന്ധത്തിൽ, ഞങ്ങളുടെ അടുപ്പത്തിൽ ക്ലാസ്സുകൾ നടത്തണം. ഒന്നും വലിയ പണ്ഡിതന്മാരല്ല, സാധാരണ വീട്ടമ്മമാരാണ്. പക്ഷേ കുട്ടികൾ വരുന്നു. അങ്ങനെ കുട്ടികളെ വരുത്താൻ നമുക്ക് സാധിക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതായിരിക്കണം. ഇതുവേണ്ടി മാത്രം ഇതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് കരുതിയാൽ നമുക്ക് കുട്ടികളുണ്ടാകും. കുട്ടികൾ ഉണ്ടാകേണ്ടത് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ സംസ്കാരം, സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള മഹനീയമായ ഈ സംസ്കാരം തകർന്നടിയാതെ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ദൗത്യം ഇത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കണം. അതായിരിക്കട്ടെ നമ്മുടെ പ്രധാന ലക്ഷ്യം, അതായിരിക്കട്ടെ ക്ഷേത്രങ്ങളുടെയും ലക്ഷ്യം. നമസ്കാരം.